ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം അഗെയിൻ പോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ഇഷ്യൂ. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ കാരണം കൊണ്ട് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പാണ്. സോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും ശരി, എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രോഡക്റ്റും പിന്നെ ബാക്കി മൊത്തം ഞാൻ അൾട്ടയിൽ വാങ്ങിച്ചത്. കാരണം ഈ ബ്രാൻഡിലുള്ള ഐറ്റം അൾട്ടയിൽ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് അവിടെ പോയിട്ടാണ് എടുത്തു. ഇത് റെയർ ബ്യൂട്ടിയുടെ സോഫ്റ്റ് പിഞ്ച് ബ്ലഷ് ലിക്വിഡ് ആണ്. സോ ഈ ബ്ലഷ് വന്നിട്ട് എല്ലായിടത്തും ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റഗ്രാമിലും ഷോർട്സിലും എല്ലായിടത്തും ഉള്ള ഒരു ഐറ്റം ആണിത്. സോ അത് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായി. ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ് ആണ്, കണ്ടോ? അപ്പോൾ ഈ ഷെയ്ഡ് എങ്ങനെയുണ്ട് നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. സോ ഇതാണ് ഇതിന്റെ പാക്കേജിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. കാരണം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് തന്നെ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ആ ലിപ്സ്റ്റിക്കിന് ഈ ഒരു കളറാണ്. സോ ഞാൻ അത് ചീക്കിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചില് വളരെ കുറവാണ് ഈ ഒരു കളറിൽ വരുന്ന ബ്ലഷസ്. സോ ഞാൻ അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് തന്നെ സെലക്ട് ചെയ്തു. നമ്മുടെ ഫേസിൽ വിത്ത് മേക്കപ്പ് ഓർ വിത്തൗട്ട് മേക്കപ്പും ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിച്ചത്. കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. സോ അപ്പോഴൊരു വിത്തിൻ ഗ്ലോ എന്ന് പറയില്ലേ, ആ ഒരു ഗ്ലോ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇത് മേക്കപ്പിന് ശേഷവും അടിപൊളിയായിരിക്കും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് മോർഫി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ഒരു സെറ്റാണ്. ഇത് ഒരു ട്രാൻസ്ലൂസൻ പൗഡറും പിന്നെ ഒരു ബ്രൈറ്റനിങ് പിങ്ക് പൗഡറും കൂടെ വരുന്ന ഒരു സെറ്റാണിത്. നമുക്ക് ഈ കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യുമല്ലോ, ആ സെറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. പിന്നെ അണ്ടർ ഐ നമുക്കൊരു ഡാർക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് ബ്രൈറ്റൻ ചെയ്യാനും. സോ ഇതിൽ 2 പാക്കാണ് വരുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ട് കാണാൻ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതില് നമുക്ക് ഒരു ബേക്ക് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇതൊരു ക്രീമി കളറാണ്. ആൻഡ് ഇത് വരുന്നത് ഒരു പിങ്ക് കളറാണ്. സോ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അടുത്തതായിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് മോർഫിയുടെ ആണ് കേട്ടോ. ഇത് മോർഫിയുടെ ഐ മേക്കപ്പ് ബ്രഷ് സെറ്റാണ്. സോ അത് എങ്ങനെയാ വരുന്നതെന്നുള്ളത് നോക്കാം. ഇത് ഐ മേക്കപ്പിന് മാത്രമായിട്ടുള്ള ബ്രഷ് ആണ് കേട്ടോ. സോ അത് ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റ് ആണ് ഇത്. സോ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തത് പിന്നെ നമുക്കിത് ഇങ്ങനെ നമുക്ക് വേറെ ഡപ്പ ആവശ്യമില്ല ഇട്ട് വെക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ കയ്യിൽ കിട്ടിയതാട്ടോ. നിക്സിന്റെ ലോഞ്ചറി XXL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം. സോ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, അതിന്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം എന്താ വെച്ചാൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് ഫുഡും ഒക്കെ കഴിച്ചു നോക്കിയിട്ടും സംഭവം പോകുന്നുണ്ടായിരുന്നില്ല. അത്രയും നല്ല സ്റ്റേയിങ് ആണ്. അതുപോലെ നമ്മളിത് ഇട്ടാൽ നമ്മളൊരു 2 ഷെയ്ഡ് ലൈറ്റർ ആവുന്ന സ്കിൻ ടോണ് ലൈറ്റർ ആവുന്ന പോലെ എനിക്ക് തോന്നി. വിത്ത് മേക്കപ്പും വിത്തൗട്ട് മേക്കപ്പും സ്യൂട്ട് ആവുന്നതാണ്. സോ ഇന്ത്യൻ സ്കിൻ ടോണിനും ഡസ്കി ആയിട്ടുള്ള ആൾക്കാർക്കും ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത്. സോ ഇത് ലിക്വിഡ് മാറ്റിലാണ് വരുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയില്ല ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നുള്ളത്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി അടുത്തൊരു ഐറ്റം എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഓക്കെ, ഇത് ഓർഡിനറിയുടെ ഒരു എന്താ പറയുക മൾട്ടി പെപ്റ്റൈഡ് സിറം ആണ് ഫോർ ഹെയർ ഡെൻസിറ്റി. സോ തിൻ ഹെയർ ഉള്ള ആൾക്കാർക്ക് കുറച്ച് ഹെയർ കട്ടി കൂടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം.
ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഓർഡിനറിയുടെ ഈ സെറം പൊതുവെ നല്ലതാണ് കേട്ടോ. ഞാൻ മുന്നേ നിയാസിനമൈഡിന്റെ ഒരു സെറം യൂസ് ചെയ്തിട്ട് എനിക്ക് അത് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആക്നി സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ പിമ്പിൾ വരിക പോവുക എന്നുള്ളത് ഒരു സ്ഥിരം ഇതാണ് എൻ്റെ ഫേസിൽ. സോ അതിന് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഓർഡിനറിയുടെ എല്ലാ പ്രോഡക്റ്റിലും എനിക്കൊരു വിശ്വാസമാണ്. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി സാധനമാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഡ്രോപ്സ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് സ്കാൽപ്പിൽ ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് മസാജ് ചെയ്ത് അത് അബ്സോർബ് ആയതിനു ശേഷം അങ്ങനെ കിടന്നുറങ്ങാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹെയർ വാഷ് ചെയ്യാനോ ഒന്നും പാടില്ല എന്നാണ് അവർ ഇതിൽ പറയണത്. പിന്നെ അതുപോലെ ബെഡ് ടൈം ആണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളിത് യൂസ് ചെയ്യാനുള്ള. പിന്നെ ഡ്രൈ ആൻഡ് ക്ലീൻ സ്കാൽപ്പിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ അവർ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെ തല നനഞ്ഞിട്ട് സ്കാൽപ്പ് ഇങ്ങനെ ഡ്രൈ അല്ലാതെ ഇരിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ നമ്മളിത് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് സ്മാഷ് ബോക്സിൽ നിന്നാണ്. സ്മാഷ് ബോക്സിന്റെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഈ പ്രൈമറിനെ പറ്റിയിട്ട്. ഭയങ്കര ഫേമസ് ആണ്. ബ്രൈഡൽ മേക്ക് ഓവറിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇതിന്റെ ഒരു ചെറിയ ഒരു പാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഇത് ഞാൻ ട്രൈ ഓൺ ചെയ്ത് നോക്കിയപ്പം ഭയങ്കര എന്താ പറയാ ക്രീമിയാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇതൊരു നല്ല പ്രൈമർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒബ്വിയസ്ലി ഇതിന് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് കാണുന്നത്. എൻ്റെ സ്കിൻ ടെക്സ്ചർ എന്ന് പറയുന്നത് കുറച്ച് നമ്മളുടെ പിമ്പിളൊക്കെ വന്ന് കുറച്ച് പാടും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ പോർസ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ലാസ്റ്റും ചെയ്യും. അതുപോലെ നമ്മൾക്ക് നല്ലൊരു ഫിനിഷും കൂടെ കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു മേക്കപ്പ് വീഡിയോയിൽ കാണിക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ റിവ്യൂ ഒക്കെ. ബട്ട് ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിരുന്നു. എനിക്കത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ പോർസ് നന്നായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമർ. ഓക്കെ, ഇനി അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അടുത്തത് നമുക്ക് എസെൻസിന്റെ സ്റ്റേ ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെൽ ഐലൈനർ ആണ് വരുന്നത്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, പിന്നെ ലോങ് ലാസ്റ്റിംഗും ആണ്. ഈ ഒരു പോട്ടിനകത്ത് നമുക്ക് 5 ഗ്രാം പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. സോ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ കൺസിസ്റ്റൻസി വരുന്നത് നല്ല ക്രീമി ആണ്, പിന്നെ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ടെക്സ്ചർ അടിപൊളിയാണ്. പിന്നെ ഇത് സ്റ്റേ എത്ര നേരം ചെയ്യും എന്നുള്ളതിനെ പറ്റി അറിയില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാണിക്കാൻ വന്നത്. ലാൻകോം പാരീസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എനിക്കും ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ. ഞാൻ അത് മുന്നേ കണ്ടിട്ടില്ല ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ അത് ഇവിടെ കുറച്ച് നല്ല കോസ്റ്റ്ലി എന്ന് വെച്ചാൽ നല്ല കോസ്റ്റ്ലി ആണ്. നമ്മൾ ഹുദ ബ്യൂട്ടീനേക്കാളൊക്കെ മേലെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഹുദ ബ്യൂട്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഫൗണ്ടേഷനേക്കാളും അടിപൊളിയാണിത്. കാരണം ഹുദ ബ്യൂട്ടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് മുഖത്തെന്തോ ഇട്ട പോലെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഫേസിൽ ഇട്ട പോലെ ഇല്ല. നമുക്ക് കവറേജും വേണം, പ്ലസ് സ്കിന്നിൽ എന്തെങ്കിലും ഇട്ട പോലെയും ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ ഒരുമാതിരി കേക്കി ആയിട്ട് ഫ്ലേക്കി അങ്ങനെ ആയിട്ടിരിക്കുമല്ലോ, ആ സംഭവം ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ല. അതാണ് ഒരു വലിയ ഒരു ബെനിഫിറ്റ് ഇത് ഉള്ളത്. പിന്നെ ഇതിൽ അവർ പറയുന്നത് ലോങ് വിയർ ഫൗണ്ടേഷൻ ആണ്, ബ്രീത്തബിൾ ആൻഡ് ബിൽഡബിൾ ഫുൾ കവറേജ്, പിന്നെ നാച്ചുറൽ മാറ്റ് ഫിനിഷിലാണ് ഇത് വരുന്നത്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ഇതിൽ SPF 25 കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇത്. അതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു നല്ല ഒരു ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ. പിന്നെ ഞാൻ ലാൻകോമിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു കൺസീലറും കൂടെ വാങ്ങിച്ചു. ഇതും സെയിം ആട്ടോ, ഷെയ്ഡ് 420 തന്നെയാണ് ഷെയ്ഡ്.
ഈ കൺസീലർ എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ടു ഫേസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും എവിടെയൊക്കെ കാണുന്നതാണ് ആ ഒരു കൺസീലർ. സോ അതെടുക്കാനായിരുന്നു ഞാൻ ആദ്യം പോയത്. ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്തത്. സോ എനിക്ക് അതിനേക്കാളും ഇതാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നിയത്. കാരണം ഇത് ഭയങ്കര എന്താ പറയുക, അധികം കട്ടിയില്ലാത്ത പക്ഷെ കവറേജും കിട്ടുന്ന പോലത്തെ ഒരു കൺസീലർ ആയിരുന്നു. മീൻസ് നമ്മൾക്ക് ഇപ്പൊ ടാർട്ടേന്റെ ഞാൻ യൂസ് ചെയ്ത് നോക്കി, പിന്നെ ബാക്കി ടു ഫേസ്ഡിനൊക്കെ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര തിക്കാണ്. അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഇടയിൽ ഇട്ടാൽ തന്നെ ഒരുമാതിരി തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു നാച്ചുറൽ ഫിനിഷാണ്. പ്ലസ് നമുക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിലും പിന്നെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിലൊക്കെ ഇത് നന്നായിട്ട് കവർ ആവുന്നുണ്ട്. ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് വർത്താണെന്ന്. അതുപോലെ നമുക്ക് നോ മേക്കപ്പ് ലുക്കൊക്കെയാണ്, വിതൗട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് പോവാണെങ്കിൽ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത്രയും അടിപൊളിയായിട്ട് ഇത് ബ്ലെൻഡ് ആവുന്നതും സ്റ്റേ ചെയ്യുന്നതും. അതുപോലെ ഇത് ഹെവി ആയിട്ട് ഫീൽ ആവുന്നുമില്ല. സോ ഇതിന്റെ അപ്ലിക്കേറ്റർ ആണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ഫീച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു ഓവൽ ഷേപ്പില്. ബട്ട് അതിന്റെ എഡ്ജ് ഭയങ്കര ഷാർപ്പാണ്. സോ നമുക്ക് ഇങ്ങനെ കോർണറിലേക്കൊക്കെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത ഏരിയകളിലേക്കൊക്കെ എത്തും. പിന്നെ ബാക്കി സ്ഥലങ്ങളിൽ അതിൻ്റെ ആ ഒരു ഡെൻസർ ആയിട്ടുള്ള ഏരിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അടുത്തതായിട്ട് IT കോസ്മെറ്റിക്സിന്റെ ഒരു 2-in-1 ആയിട്ടുള്ള ബ്രഷാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു നല്ല ബ്രഷിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. കാരണം ഞാൻ അധികം സ്പഞ്ചാണ് യൂസ് ചെയ്യുക. കാരണം ബ്രഷിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഇതും കോസ്റ്റ്ലിയാണ്. പിന്നെ ഞാൻ കുറേ ആയി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇതിലാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് ഫൗണ്ടേഷൻ ബ്രഷും ദി അതർ സൈഡ് വന്നിട്ട് കൺസീലറിനുമാണ്. സോ ഇതൊരു 2-in-1 ആണ്. ഭയങ്കര ഫ്ലഫി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യണം. ഇത് അവർ പറയുന്നത് എയർ ബ്രഷ് ഫിനിഷ് ആണ് നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ഈ അതിന്റെ ഒരു സൈഡ് ഭയങ്കര ചെറുതാണല്ലോ. സോ അത് വെച്ചിട്ട് നമുക്ക് കൺസീലർ ഇടാനും മറ്റേ ഭാഗം വെച്ചിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനും പറ്റും. മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതാവുമ്പോൾ നമുക്ക് 2 ബ്രഷ് കയ്യിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ട്രാവലൊക്കെ ചെയ്യുമ്പം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എൽഫിന്റെ ഒരു ലിപ് ലൈനറാണ് വരുന്നത്. ഇത് അവർ പറയുന്നത് ക്രീമി കൺസിസ്റ്റൻസി ആണ്, നല്ല പിഗ്മെന്റഡ് ആണ്, പിന്നെ നല്ല നമ്മളെ ലിപ്പിൽ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യുന്നതാണ്. സോ അതിനൊരു ക്യാപ്പും വരുന്നുണ്ട്, ഇങ്ങനെ ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആക്ച്വലി ഭയങ്കര ക്രീമിയാണ് കേട്ടോ. ഇത് ഭയങ്കര അഫോർഡബിളും ആണ്. സോ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്ലം ഷെയ്ഡാണ് വരുന്നത്. സോ ഇതും നമ്മളുടെ ഈ നിക്സിന്റെ ഇതും തമ്മിൽ നല്ലൊരു കോംബോ ആയിരിക്കും. അപ്പം ഞാൻ അതും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമ്മൾക്ക് ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പം ലാസ്റ്റ് അല്ല, സോറി, ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് വരുന്നത് നമ്മളുടെ സ്പഞ്ചാണ്. ഇത് എൽഫ് എന്ന് പറഞ്ഞ ഇതിന്ന് എൽഫിലെ ടോട്ടൽ ഫേസ് സ്പഞ്ച്. വെറ്റ് ഓർ ഡ്രൈ ആയാലും യൂസ് ചെയ്യാം. ഇതാണ് ആ സ്പഞ്ച്. നല്ല സോഫ്റ്റ് ആണ്. എനിക്ക് ഇത് ഒന്ന് ഡാമ്പ് ആക്കി കഴിഞ്ഞാൽ ഇനിയും സോഫ്റ്റ് ആവുന്നു. സോ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് മോർഫി എക്സ് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് തന്നെയാണ്. ഇതിൽ മെറഡിത്ത് ഡെക്സ്പെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടി ഐക്കൺ ഉണ്ട്. അവരുടെ സ്പെഷ്യൽ ഒരു ലിമിറ്റഡ് എഡിഷൻ ആണ് ഇത്. ഇതിൽ ഇത്രയും കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ സംഭവം വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതേതൊക്കെയെന്ന് ഞാൻ കാണിക്കാം ഉള്ളത് കാണാം. സോ ഇത്രയും കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. 5, അതായത് ഈ 1, 2, 3 ആൻഡ് 1, 2, 3 ഇത് മൂന്നും വരുന്നത് ഷിമ്മറി ഷെയ്ഡ്സ് ആണ്. ബാക്കിയെല്ലാം മാറ്റ് ആണ്. സോ നമുക്ക് ഒരുപാട് കളേഴ്സ് വെച്ചിട്ട് പ്ലേ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ബെസ്റ്റ് ബൈ ആണ്. കാരണം ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. സോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കളേഴ്സ് ഇതാ ഈ ഒരു റേഞ്ചിലും ഈ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചൊന്ന് ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കളേഴ്സ് വെച്ച് കളിക്കണം എന്നുണ്ടെങ്കിൽ
ഈ കുറേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ബ്ലൂ ഐസ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. സോ ഇത് ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ മേ ബി ഇത് ഇനി ഇറങ്ങുമെന്ന് എനിക്ക് അറിയില്ല. അത് വന്നപ്പോൾ തന്നെ ഞാൻ ഉടനെ വാങ്ങിച്ചതാണ്. ഏതൊക്കെ ഷെയ്ഡ്സ് ആണെന്നുള്ളതിൻ്റെ പേരും ഉണ്ട്. സോ ഞാൻ ഇത് യൂസ് ചെയ്ത് ഒരുപാട് മേക്കപ്പ് ലുക്സ്, ഐ മേക്കപ്പിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്ന് ഞാൻ പ്ലാൻ ഇടുന്നുണ്ട്. സോ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോൾ ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് പ്രോഡക്റ്റ് ഉള്ളത് ഒരു വോളിയം മോസ് ആണ്. ഇത് വന്നിട്ട് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു മോസ് ആണ്. ഇത് വന്നിട്ട് കെൻഡ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. സോ ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ഇത് യൂസ് ചെയ്യേണ്ട വിധം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുറച്ച് വെറ്റായിട്ടുള്ള ഹെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് അത് ബ്ലോ ഡ്രൈ ചെയ്ത് നമുക്ക് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ഇത് സ്റ്റൈൽ ചെയ്യാൻ. സോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് ഫേം ഹോൾഡ് മോസ് ആണ്. സോ അത്യാവശ്യം നന്നായിട്ട് ഹോൾഡ് ചെയ്യും എന്നാണ് തോന്നുന്നത് ഇത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ വാങ്ങി. ഇതിൻ്റെയൊക്കെ റിവ്യൂ എങ്ങനെയുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇതിൽ ബെസ്റ്റ് പ്രോഡക്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ അടുത്തൊരു വ്ളോഗിൽ പറയാം. സോ എല്ലാവരും കണ്ടതിന് താങ്ക് യു. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.